മറിയത്തിന്റെ ജീവിതം സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നില്ല. മംഗളവാർത്ത സ്വീകരിച്ച നിമിഷം മുതൽ കാൽവരി വരെ അവൾ സഹനങ്ങളുടെ വഴിയിലൂടെയായിരുന്നു. ശിമയോൻ പ്രവചിച്ചതുപോലെ അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയി. സ്വന്തം കുഞ്ഞിന്റെ ജീവനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന അഭയാർത്ഥിയായ അമ്മ, കാണാതായ മകനെ തിരഞ്ഞ് അലഞ്ഞ അമ്മ, തൻ്റെ മകൻ പരിഹസിക്കപ്പെടുന്നതും ക്രൂശിക്കപ്പെടുന്നതും നേരിൽ കണ്ട അമ്മ. പക്ഷേ ഈ നിമിഷങ്ങളിലൊന്നും അവൾ ദൈവത്തെ പഴിച്ചില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അതേ വിനയത്തോടെ ദൈവം നൽകിയതാണ്, അവൻ വഴി നടത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ അവൾ നിന്നു. സഹനങ്ങളെ എതിർക്കുന്നതിന് പകരം അവയെ തൻ്റെ ദൈവവിളിയുടെ ഭാഗമായി അവൾ സ്വീകരിച്ചു. അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന ചില പ്രായോഗിക പാഠങ്ങൾ ഇവയാണ്. അനാവശ്യമായ പരാതികളില്ലാതെ കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുവാൻ അമ്മ പഠിപ്പിക്കുന്നു. സഹിക്കുമ്പോൾ ഉണ്ടാകുന്ന നിശബ്ദത നമുക്ക് ആത്മീയമായ കരുത്ത് നൽകും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുക. കുരിശിൻ്റെ ചുവട്ടിൽ മറിയം ഓടിപ്പോയില്ല, അവൾ അവിടെ നിന്നു. നമുക്ക് ചുറ്റും സഹിക്കുന്നവർ ഉണ്ടാകുമ്പോൾ അവർക്കായി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്കൊപ്പം നിൽക്കുക എന്നത് വലിയൊരു സഹന ബലിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്തു തന്നെയായാലും, അത് രോഗമാകാം, സാമ്പത്തിക തകർച്ചയാകാം, അല്ലെങ്കിൽ ഒറ്റപ്പെടലാകാം, അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിക്കുക. സഹനങ്ങളിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് അമ്മ നമുക്ക് കാണിച്ചു തരുന്നു. കുരിശിന് പിന്നിൽ ഒരു ഉത്ഥാനമുണ്ടെന്ന പ്രത്യാശ കൈവിടാതിരിക്കാം. നമ്മുടെ ഓരോ കണ്ണുനീർത്തുള്ളിയും ദൈവത്തിൻ്റെ മുൻപിൽ വിലയുള്ളതാണ്. അമ്മയെപ്പോലെ നമുക്കും പറയാം, കർത്താവേ, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. നന്ദി.